മാംഗല്യം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. ഞെട്ടിക്കൊണ്ട് പെണ്ണ് സീതയോട് ചോദിച്ചതും അവളുടെ വെപ്രാളം കണ്ട് അവരും ഞെട്ടിപ്പോയി. ആര് വന്നെന്നാ തന്നെ അവരുടെ മുഖത്താകെ സംശയമായി. പക്ഷെ അതൊന്നും നിവർത്തിക്കാൻ പറ്റാത്ത സമയമായതുകൊണ്ട് അവൾ ഓടിപ്പോയി സതിയെ തള്ളിമാറ്റി പുറത്തേക്ക് എത്തി നോക്കി. ആള് തന്നെയാ, സീതമ്മയുടെ കണ്ണിരിട്ടിച്ചതൊന്നുമല്ല. എന്റെ കൃഷ്ണ! വേഗത്തിൽ വന്ന് നോക്കിയവള് അതിലും വേഗത്തിൽ വന്ന് ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങി. എന്നാലും എന്റെ കൃഷ്ണ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് ആ സ്കൂളിലെ സകലരെയും വിട്ട് അവിടെ ഇരുന്ന് കത്തിയടിച്ച് അഞ്ചഞ്ചരയ്ക്ക് കയറി വന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ആ ആളെ ഇന്നിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ നിനക്കെന്നോട് ചെറിയ ദേഷ്യമൊന്നുമല്ല. നോക്കിക്കോ, ഈ വ്യാഴാഴ്ചയാകട്ടെ തൃക്കൈവെണ്ണയല്ല ഞാൻ തരാൻ പോകുന്നത്. നോക്കിക്കോ, തൊട്ടടുത്തിരിക്കുന്ന ഗണപതിക്ക് ഞാൻ ഉണ്ണിയപ്പം നേദ്യം വെക്കും. എന്നിട്ട് ആ ഉണ്ണിയപ്പം ഞാനും ഗണപതിയും കൂടി നിന്റെ മുന്നിൽ വന്നിരുന്ന് തിന്നു കാണിക്കും. നോക്കിക്കോ, എന്നോട് ഈ ചതി ചെയ്തതിന് പകരം ഞാൻ എങ്ങനെയാ പ്രതികാരം വീട്ടുന്നതെന്ന്. ഒരു നിമിഷമില്ലാതെ തുരുതുര ചുണ്ട് തെറിപ്പിക്കുന്നവളെ കണ്ട് ആകെ അന്തം വിട്ട് സീത അടുത്തു വന്നവളുടെ തോളിൽ കൈവച്ചു. നിനക്കെന്താ കൊച്ചേ, നീ ആരോടാ ഈ കാര്യം പറയുന്നേ? ദേ സീതമ്മേ, അല്ലേ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആഹാ, എന്താപ്പോ നിനക്ക് ഇത്രയും ഭ്രാന്ത് വരാൻ? ആ വാമനൻ എഴുതാൻ തന്നത് ഇനിയും ബാക്കിയാ. ഇങ്ങോട്ട് കയറി വന്നാൽ ആദ്യം വന്ന് നോക്കുന്നത് ഈ ബുക്കായിരിക്കും. ഞാൻ എങ്ങാനും എഴുതി തീർത്തില്ലെന്ന് കണ്ടാൽ ഈ നിമിഷം മുതൽ ഗേറ്റിന്റെ പുറത്താകും എനിക്ക് സ്ഥാനം. പിന്നെ എന്റെ പൊന്നിനെ എന്നെ കാണിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അവളുടെ സങ്കടമൊക്കെ വന്നു കിടക്കുന്നത് അവിടെയാണ്. ഓ, എങ്കിൽ പിന്നെ ഇത്രയും നേരം ഉണ്ടായിരുന്നില്ലേ? നീ എന്താ എഴുതി തീർക്കാഞ്ഞത്? അത് പിന്നെ അത് പിന്നെ സമയമുണ്ടല്ലോ എന്ന് ഞാൻ അങ്ങ് കരുതിപ്പോയി, അതല്ലേ. ആ ശബ്ദം നേർത്തു. ആ നേരം ഇത് എഴുതി തീരാതെ വെള്ളം കുടിക്കാൻ പോലും നീ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞവന്റെ സുഗ്രീവാജ്ഞയാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഇത്തിരി മുന്നേ എന്തായിരുന്നു അഹങ്കാരം! അപ്പൊ പിന്നെ അവന്റെ വായിലിരിക്കുന്നതൊക്കെ നീ അങ്ങ് കേട്ടോ. പെണ്ണിനെ ഒന്നുകൂടി ചൊടിപ്പിച്ചുകൊണ്ട് സീത അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അവള് വേഗം പോയി ആ കയ്യിൽ പിടിച്ചു. സീതമ്മേ പ്ലീസ്, കുറച്ചു നേരം ആ വാമനൻ മുന്നിൽ വന്ന് ഒന്ന് പിടിച്ചു നിർത്തുമോ? ആ നേരം കൊണ്ട് ഞാനിത് എഴുതി തീർത്തോളാം, സത്യം. പക്ഷെ കുറച്ചു മുന്നേ അങ്ങനെയൊന്നുമല്ലല്ലോ നീ പറഞ്ഞത്. അത്രയും ദയനീയമായി നോക്കുന്നവർക്ക് മുന്നിൽ സീതയും ഇത്തിരി കലിപ്പൊന്നിട്ടു. വന്നതും പോയതുമൊക്കെ മറന്നു കള. ഇപ്പൊ എന്നെ രക്ഷിക്ക്, എന്റെ നല്ല സീതമ്മയല്ലേ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കും എന്നൊരവസ്ഥയിലായിരുന്നു മണിക്കുട്ടി ആ നേരം. നോക്കാം. പക്ഷേങ്കിൽ അങ്ങനെ നിന്നെ ഞാൻ അവന്റെ വായിൽ നിന്നും രക്ഷിച്ചാൽ? സീതമ്മ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. സത്യം, 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 സത്യം. അങ്ങനെയെങ്കിൽ നീ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചക്കയട ഉണ്ടാക്കി തരണം. അവസരം മുതലാക്കുകയാണല്ലേ. ഉണ്ടാക്കി തരുമോ ഇല്ലയോ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഒരു 10 മിനിറ്റ് ആ ആളെ അവിടെ തന്നെ പിടിച്ചു നിർത്ത്. ബാക്കിയൊക്കെ പിന്നെയല്ലേ. ഓക്കെ, ഇതിനെ എന്റെ മഹാമനസ്കതയെ നീ കണ്ടാ മതി കേട്ടോ. വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടു പോകുന്ന സീതയെ ആ നിമിഷം ഓടിപ്പോയി 2 ഇടി കൊടുക്കാൻ മനസ്സിൽ തോന്നിയെങ്കിലും അതിന് പോലും സമയമില്ലാതെ അവള് വേഗം ബാക്കി അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ഇതേ സമയം ഉമ്മറത്തിരിക്കുന്ന കൈമളോടും ശ്രീധരനോടും സംസാരിക്കുകയായിരുന്നു ഹരി. അവിടേക്കാണ് സീത ഇറങ്ങി ചെല്ലുന്നത്. ഇന്നെന്താ ഹരി നേരത്തെ? അവൻ തൊട്ടടുത്തിരിക്കുന്ന 2 പേരെയും ഒന്ന് നോക്കി. അല്ല, ഇവരും ഇപ്പോൾ ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ താൻ ഇത്തിരി നേരത്തെ വന്നതിന് ഇത്രയും ചോദ്യമോ എന്നൊരു ധ്വനി അതിൽ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. അവൻ കയ്യിലിരുന്ന ബാഗ് സൈഡിലേക്ക് വെച്ച് കെട്ടിയിട്ടിരിക്കുന്ന സോപാനത്തിലേക്ക് കയറിയിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് സ്കൂളിലെ മരാമത്ത് പണിക്ക് വേണ്ടി ആൾക്കാർ വന്നിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ആൾക്കാരും പ്രിൻസിപ്പളും മതിയല്ലോ അവിടെ. അതുകൊണ്ട് ഞാൻ ഇങ്ങി പോന്നു. നീ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോടാ? ഇല്ല അച്ഛാ, ഞാൻ കഴിച്ചില്ല. എന്തേ, ആഹാരം ഉണ്ടാക്കിയില്ലേ? സംശയത്തോടെ അവൻ എഴുന്നേറ്റു. ഉണ്ടാക്കിയില്ലേന്നോ? ഇന്ന് കൈമളേട്ടൻ കാര്യമായൊരു സദ്യ തന്നെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മോന് വേണ്ടി. അത് കണ്ടതുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങളും ഇവിടെ നിന്നാക്കാമെന്ന് കരുതിയ ആഹാരം. എന്റെ ആങ്ങളുടെ കൈപുണ്യം ഞാനും ഒന്ന് അറിയട്ടെന്നേ. സന്തോഷത്തോടെയുള്ള സീതയുടെ സംസാരം കേട്ട് ഹരി ചിരിച്ചെങ്കിലും അച്ഛൻ, അതും തന്റെ സ്വന്തം അച്ഛൻ,
സദ്യ ഉണ്ടാക്കിയോ എന്നൊരു സംശയത്തിൽ അവൻ അയാളെ ഒന്ന് നോക്കി. നീ എന്താ ഹരി അച്ഛനെ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഒരു ഒഴികറി വെച്ചാൽ ഒരു തോരനും കൂടി വെക്കാൻ മടിയുള്ള എന്റെ അച്ഛൻ സദ്യ ഉണ്ടാക്കിയെന്നൊക്കെ കേട്ടപ്പോൾ. അല്ല, അവൾ എവിടെ? സംശയത്തോടെ ആലോചിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് വെളിപാട് വന്ന പോലെ സീതയോട് ചോദിച്ചു. ഒപ്പം സ്വന്തം അച്ഛനെ ഒന്ന് നോക്കാനും മറന്നില്ല. അത് അത് പിന്നെ അത് പിന്നെ അവൾ അകത്തുണ്ട്. പെട്ടെന്നുള്ള ചോദ്യത്തിൽ സീത ഒന്ന് പകച്ചുപോയി. ഞാൻ അവൾക്ക് എഴുതാൻ കൊടുത്തതെല്ലാം തീർത്തോ എന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. പറയുന്നതിനൊപ്പം അകത്തേക്ക് കയറിപ്പോയവനെ തടയാൻ കഴിയാതെ സീതയും പിന്നാലെ ചെന്നു. ദൈവമേ, പെണ്ണ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ വിടാവൂ എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോ വേഗം അവനങ്ങോട്ട് ചെന്നാൽ. അയ്യോ, എന്റെ ചക്കയടാ! ഹരിക്ക് പിന്നാലെ വേഗത്തിൽ പായുന്ന സതിയെ കണ്ട് ശ്രീധരൻ കൈമളും ഒപ്പം ചെന്നു. എംപോസിഷൻ കംപ്ലീറ്റ് ചെയ്തോ കൺമണി? വാതിലിൽ നിന്ന് ചോദിക്കുന്നവനെയും അവന് മുന്നിൽ നിൽക്കുന്നവളെയും കണ്ടാണ് അവരെ 3 പേരും അങ്ങോട്ട് ചെല്ലുന്നത്. നാൻ ഒക്കെ എഴുതി അരി. അവൾക്ക് മുന്നാലെ ഒരു കുഞ്ഞിക്കൈ ബുക്കും പിടിച്ച് മുന്നിലേക്ക് ചെന്ന് നിന്നു. ഹരിയുടെ കണ്ണൊന്ന് ചെറുകി. കൺമണി. ഞാനും. കയ്യിലിരിക്കുന്ന ബുക്ക് അവന് നേരെ നീട്ടുന്നവളെ കണ്ടാണ് സീതയ്ക്ക് മനസമാധാനമായത്. ഹോ, എന്റെ ചക്കയുടെ രക്ഷപ്പെട്ടു. പക്ഷേ വെറും ഒരു നിമിഷത്തിന്റെ ആയുസേ ആ സന്തോഷത്തിനുണ്ടായിരുന്നെന്ന് ആ സമയം സീത അറിഞ്ഞില്ല. അരി, എന്നെ നോക്കിയേ, നാനേ ഫുള്ളു എഴുതി. താൻ എന്തോ വലിയ സംഭവം ചെയ്തു എന്ന രീതിയിൽ മുന്നിൽ ബുക്കുമായി നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ സംശയത്തോടെ ഒന്ന് നോക്കി ഹരി. ശരിക്കും എഴുതിയോ പൂവേ? അവന്റെ മനസ്സിലെ സംശയം കൈമൾ മാഷ് അതിശയത്തോടെ ഉറക്കെ അങ്ങ് ചോദിച്ചു. എഴുതി മുത്തശ്ശ, നാനേ ഗുഡ് ഗേളാ. കുഞ്ഞിപ്പെണ്ണിന് ആ ചോദ്യം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളും മുത്തശ്ശനെ നോക്കി കോക്രി കാണിച്ചുകൊണ്ട് മറുപടി കൊടുത്ത് ഹരിയുടെ കാലിൽ പോയി വട്ടം ചുറ്റി. ഓക്കെ, അച്ഛന്റെ ഗുഡ് ഗേളിനെ ഇച്ചിരി കഴിഞ്ഞു നോക്കാം. ആദ്യം നിന്റെ കണ്ണുവിന്റെ ബുക്ക് ഞാനൊന്ന് നോക്കട്ടെ. കുഞ്ഞിപ്പെണ്ണിനെ കയ്യിലേക്ക് കോരിയെടുത്തുകൊണ്ട് തന്നെ അവൻ മണിക്കുട്ടിയുടെ നേരെ ബുക്കിനായി കൈ നീട്ടി. അതവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യം എഴുതിയതെല്ലാം പക്കാ നീറ്റാണ്. ഇത്തിരി കുഴപ്പമുള്ളത് അവസാന പേജിലാ. പക്ഷെ ആദ്യത്തേതൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും അവസാനമുള്ളത് ശ്രദ്ധിക്കാൻ വഴിയില്ല. സ്വയം മോട്ടിവേറ്റ് ചെയ്ത് സമാധാനപ്പെടാൻ ശ്രമിക്കുന്നവരുടെ എല്ലാ പ്രതീക്ഷയിലും കൂടി വെള്ളം കമിഴ്ത്തി ഹരി ആദ്യം നോക്കിയത് തന്നെ ഏറ്റവും ബാക്കിലത്തെ പേജാണ്. കൃഷ്ണ, പെട്ടല്ലോ. പെണ്ണ് നെഞ്ചിൽ കൈവെക്കുന്ന കണ്ടാണ് ഹരി സൂക്ഷ്മതയോടെ ആ പേജിൽ നോക്കിയത്. ആദ്യ നോട്ടത്തിൽ തന്നെ അവന് കാര്യം മനസ്സിലായി. അവൻ കുഞ്ഞുമായി അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ ഇരു കണ്ണുകളും പൂട്ടി നിന്നു. നീയൊക്കെ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് ഞാൻ. നിനക്ക് 57 കഴിഞ്ഞാൽ നേരെ 88 അല്ലേ? അവളുടെ ചെവിയിൽ കിഴുക്കിക്കൊണ്ട് ചോദിച്ചതും പെണ്ണ് വേദനയിൽ എരിവ് വലിച്ച് കരയാൻ തുടങ്ങി. ഇല്ല മാഷെ, ഇല്ല. യു സത്യം, ശരിക്കും നമ്പർ തെറ്റിപ്പോയതാ. ഞാനേ അറിഞ്ഞുകൊണ്ടൊരു 10 എണ്ണമേ അതിൽ കുറിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് 100 ഉണ്ട്. പെണ്ണ് തുള്ളിക്കൊണ്ട് പറഞ്ഞതും ഒരു കൈ അവന്റെ കൈയെ ആഞ്ഞടിച്ചു മാറ്റി. അരി, കണ്ണൂനെ നോച്ചല്ലേ, കണ്ണു പാവാ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവന്റെ കയ്യിൽ രണ്ടാമത് ഒരടി കൂടി കൊടുത്ത് പെണ്ണ് നിമിഷം കൊണ്ട് മണിക്കുട്ടിയുടെ ദേഹത്തേക്ക് അങ്ങ് ചാടി. കണ്ണു, പോത്തെ, മുയിഞ്ഞോ, വേദനിച്ചോ? അവളുടെ കയ്യിൽ കയറിയിരുന്ന് അവൻ പിടിച്ച ചെവിയിൽ തടവി ചോദിക്കുമ്പോൾ അവൻ ചെവിയിൽ പിടിച്ച വേദനയൊക്കെ മറന്ന് ആ കുഞ്ഞിപ്പെണ്ണിന്റെ സ്നേഹത്തിൽ മനസ്സലിഞ്ഞു നിൽക്കുകയായിരുന്നു മണിക്കുട്ടി. ഇല്ല പൊന്ന, കണ്ണൂന് വേദനിച്ചില്ല. അവൾ കുഞ്ഞിപ്പെണ്ണിനെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും അമർത്തി മുത്തി പറഞ്ഞിട്ടും ആ കുഞ്ഞിക്കണ്ണിലെ സംശയം മാറിയില്ല. നമുക്ക് അരിയോട് കൂടണ്ട, കൂത്തുവെത്താം, മിന്തെന്താ, ഓക്കേ? ഹരിയെ ദേഷ്യത്തിൽ നോക്കി അവൾ മണിക്കുട്ടിയോട് പിന്നെയും പറഞ്ഞു. അല്ലെങ്കിലും പണ്ടേ മിണ്ടണ്ട എന്ന് കരുതിയവൾ ചെവിയിൽ ഒന്ന് പിടിച്ചുകൊണ്ട് അവനെ അതേ ദേഷ്യത്തോടെ അങ്ങ് നോക്കി തലയാട്ടി. ഇതേ സമയം മുന്നിൽ നടക്കുന്ന കളികളൊക്കെ കണ്ട് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ബാക്കി 3 പേരും ആ നേരം. ഇതിനിടയിൽ പെണ്ണെഴുതിയ ബുക്ക് ആകെ നോക്കുകയായിരുന്നു ഹരി. ശരിയാണ്, ആദ്യമൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അവസാനമായപ്പോഴാണ് ഇങ്ങനെയൊക്കെ. പെട്ടെന്ന് അവൻ എന്തോ ഓർത്ത പോലെ കുഞ്ഞിപ്പെണ്ണിന്റെ ബുക്ക് എടുത്തു.
ഒന്ന് രണ്ട് പേജ് മറിച്ചതും അവൻ രൂക്ഷമായി മണിക്കുട്ടിയെ നോക്കി. അത് പ്രതീക്ഷിച്ച പോലെ ഒരുവൾ കണ്ണു താഴ്ത്തി. കണ്ണും വിഷമിക്കണ്ട പോത്തെ, കണ്ണു അനിച്ച് ഹോംവർക്ക് എഴുതന്നെ നാ അരിയോട് പറയൂല. പോ മിസ്, കയ്യില്ലേ? പൂവ് പ്രിയപ്പെട്ടവളെ തന്നെ കൊണ്ടാവും വിധം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ നേരം. എന്റെ കൃഷ്ണ, പിന്നെയും പെട്ടല്ലോ ഞാൻ. നീ അല്ലേ അപ്പൊ കുഞ്ഞിന്റെ ഹോംവർക്ക് എഴുതിയത്? അല്ല അരി, നാനാ. അവന്റെ ചോദ്യം കേട്ടതും കുഞ്ഞിപ്പെണ്ണ് അവളുടെ കയ്യിലിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ഉത്തരവാദിത്വവും അങ്ങ് ഏറ്റെടുത്തു. മനുഷ്യനെ പെടുത്തിയിട്ടിപ്പോ ഞാനാ പോലും. മണിക്കുട്ടി പൂവിനെ ദേഷ്യത്തോടെ നോക്കിയതും പൂവ് കാര്യമറിയാതെ അവളുടെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്ത് ചിരിച്ചു കാണിച്ചു. പേച്ചണ്ടക്കെത്തോ, അരി നുള്ളൂല, നാം പറഞ്ഞു നാനാ എഴുതിയെന്ന്. ഇനി അരി ഒന്നും ചെയ്യൂല. കുഞ്ഞിപ്പെണ്ണ് കെട്ടിപ്പിടിച്ച് ഇപ്പുറത്തെ കവളിലൂടെ ഉമ്മ വെച്ച് പറഞ്ഞതും അത്രയും നേരം അടക്കി വെച്ച ചിരി സഹിക്കാൻ വയ്യാതെ ശ്രീധരനും സീതയും കൈമളുമൊക്കെ ഉറക്കെ ചിരിച്ചുപോയി. കണ്ണും കൊള്ളാം, കണ്ണിന്റെ പൊന്നും കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഈ കളിയൊക്കെ കണ്ട് ആദ്യം തോന്നിയ ദേഷ്യമൊക്കെ ഇതിനിടയിൽ ഹരിയിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. മതി ഹരി, വിട്ടേക്ക്. അവൾക്കിപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും എല്ലാവരുടെയും നമ്പർ ഓർമ്മ കാണും. ഓർമ്മയുണ്ടായാൽ മതി. അവളെ ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞതും പെണ്ണ് പെട്ടെന്ന് കണ്ണു മാറ്റി. ആദ്യത്തെ തവണയായിട്ട് ഞാൻ പോട്ടേന്ന് വെക്കുക. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ കള്ളം കാണിക്കാൻ നോക്ക്. 100-ന് പകരം 200 തവണ നിന്നെക്കൊണ്ട് ഞാൻ എംപോസിഷൻ എഴുതിപ്പിക്കും. അവളെ ഒരിക്കൽ കൂടി നോക്കി അവൻ നല്ലോണം പേടിപ്പിച്ചു. ഇനി എന്തിനാണ് മോനെ അവളെ എംപോസിഷൻ എഴുതിക്കുന്നത്? കണ്ണുവിന്റെ പൊന്നും ഇനിയാണ് എംപോസിഷൻ വാങ്ങിക്കൂട്ടാൻ പോകുന്നത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാ. ഹരി ഇത്തിരി ആക്കി പറഞ്ഞതും പെണ്ണ് ദേഷ്യത്തിൽ അവന്റെ നേരെ കണ്ണുരുട്ടി. അത് കണ്ട് അവന്റെ കണ്ണൊന്നും മിഴിഞ്ഞതും പെണ്ണ് പെട്ടെന്ന് വെപ്രാളത്തിൽ മിഴികൾ താഴ്ത്തി. ഹാ, അങ്ങനെയൊന്നുമില്ല. എന്റെ 2 കുഞ്ഞുങ്ങളും പാവമാണ് അല്ലേ ശ്രീധര? ഇപ്പോഴും ഉമ്മ കൊടുത്തു നിൽക്കുന്ന രണ്ടിനെയും കണ്ട് ചിരിയോടെ കൈമൾ ചോദിച്ചതും ശ്രീധരൻ അതേ എന്നുള്ള ഭാവത്തിൽ തല കുലുക്കി. അച്ഛൻ അല്ലേലും ഇന്നിവർക്ക് സപ്പോർട്ട് വെക്കും, എനിക്കറിയാം. അതെന്താടാ മോനെ അങ്ങനെ? തലയാട്ടിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങിയതും അവന്റെ സംസാരത്തിൽ സംശയം തോന്നി സീത പിന്നാലെ എത്തി ചോദിച്ചു. അതിപ്പോ ഇത്രയും കാര്യമായി സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തതല്ലേ സീതമ്മേ, അതിന്റെ നന്ദി കാട്ടാതിരിക്കാൻ പറ്റുമോ? കുഞ്ഞൊരു കളിയാക്കി ചിരിയോടെ ഹരി കൈമളെ നോക്കിയതും കാറ്റുപോയ ബലൂണ് പോലെ ആയിപ്പോയി അദ്ദേഹം. ആണോ കൈമളേട്ടാ? സീതയുടെ ചോദ്യത്തിൽ വാല് മുറിഞ്ഞു നിൽക്കുന്ന കൈമളിനെ കണ്ടതും ശ്രീധരന് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. ഇതേ സമയം പരസ്പരം പരാതി പറഞ്ഞ് ഇരു കവിളിലും മാറി മാറി ഉമ്മ വെച്ച് കളിക്കുന്ന 2 പേരിലായിരുന്നു ഹരിയുടെ കണ്ണുകൾ. കുരുത്തക്കേണ്ട കൂടാ രണ്ടും. എന്തായാലും രണ്ടും പരസ്പരം ചേരും.